ഈ ഭൂമി എന്ന ഗ്രഹത്തിലെ ഒന്നാമത്തെ ഭവനം അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാനും അള്ളാഹുവിനെ ആരാധിക്കാനും വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒന്നാമത്തെ ഭവനം അത് കുടികൊള്ളുന്നത് മക്കയിലാണ്, ബക്കയിലാണ്. വിശുദ്ധ ഖുർആനിൽ മക്ക എന്നും ബക്ക എന്നുമൊക്കെ മക്ക രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പേര് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് പ്രമാണങ്ങൾ കാണാവുന്നതാണ്. ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? മുബാറക്കൻ, ബറക്കത്തുള്ളതാണ്. അള്ളാഹുവിന്റെ ഒരുപാട് ബർക്കത്തുകൾ ലഭിച്ചിട്ടുള്ള മണ്ണാണ് ആ പള്ളിയും അതേപോലെ തന്നെ ആ നാടും. വഹുദൻ ലിൽ ആലമീൻ, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കുമുള്ള സന്മാർഗം അവിടെ നിന്നാണ് പ്രസരിച്ചിട്ടുള്ളത്. അഥവാ സന്മാർഗത്തിന്റെ ഹുദയുടെ കേന്ദ്രഭൂമിയാണ് മക്ക രാജ്യം എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം വഹി ഇറങ്ങി ഹിറാ ഗുഹയിൽ നിന്നാണല്ലോ ലോകത്തേക്ക് അതിന്റെ പ്രകാശം പ്രതിഫലിച്ചത്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലെ 53 വർഷക്കാലം പ്രവാചക ഏകദേശം 80% നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച മണ്ണാണ് മക്ക രാജ്യം. അതിന് മറ്റൊരു പ്രത്യേകത, 6ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മക്കയിൽ, അത് പ്രത്യേകിച്ചും ഹറമിൽ മരങ്ങൾ മുറിക്കാൻ പാടില്ല. അതേപോലെ തന്നെ മൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു കളഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും തന്റെ യാത്രയിലോ അതിലേക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ ഒരു വസ്തു നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടാൽ പോലും അത് എടുക്കാൻ പാടില്ലാത്ത മണ്ണാണ് മക്കയുടെ ഹറമിന്റെ മണ്ണ്. അത്രയും ആമിനാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പണം അവിടെ നഷ്ടപ്പെട്ടാലും അയാൾക്ക് പേടിക്കാനില്ല. വിശ്വാസികളാണ് അവിടെ ഉള്ളതെങ്കിൽ വിശ്വാസികൾ ഒരിക്കലും ഒരു കളഞ്ഞുപോയ സ്വത്ത്, കളഞ്ഞുപോയ പണം, ഇനി വസ്തുവാണെങ്കിൽ പോലും അതൊരിക്കലും അവിടെ നിന്ന് എടുക്കാൻ പാടുള്ളതല്ല. അത്രയും നിർഭയത്വത്തിന്റെ നാടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു മരം പോലും അവിടെ നിന്ന് മുറിക്കാൻ പാടില്ല ഹറമിൽ നിന്ന്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ സഹാബത്ത് പറഞ്ഞു, നബിയെ, ഞങ്ങൾ വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ചില പുല്ലുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ആ പുല്ലുകൾ ഞങ്ങൾക്ക് ഇവിടുന്ന് സംഭരിച്ചുകൂടെ? ആ ഒരു പുല്ലിന് വേണ്ടി മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു എന്നല്ലാതെ മരങ്ങൾ മുറിക്കാനോ അതിലേക്ക് മറ്റുള്ള മൃഗങ്ങളെ വധിക്കാനോ വേട്ടയാടാനോ ഒന്നും ഹറമിന്റെ ഉള്ളിൽ പറ്റുകയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാജ്യത്തിന്റെ പ്രത്യേകതയായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ നമുക്കറിയാം, മക്കയിലാണ് മസ്ജിദുൽ ഹറാം ഉള്ളത്. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ പവിത്രമായ പള്ളി എന്നാണ് അർത്ഥം. ആ പള്ളിയുടെ ശ്രേഷ്ഠത ലോകത്തുള്ള ഏത് പള്ളിയുടെ ശ്രേഷ്ഠതയെക്കാളും 10 മടങ്ങാണ്. പ്രവാചകന്റെ ഹദീസിൽ കാണാം, സ്വലാത്തുൻ ഫിൽ മസ്ജിദിൽ ഹറാം അഫ്ളൽ മിൻ 100,000 സ്വലാത്തിൻ. മസ്ജിദുൽ ഹറാമിലുള്ള ഒരു റക്അത്ത് അല്ലെങ്കിൽ ഒരു നമസ്കാരം അത് 1,00,000 നമസ്കാരത്തേക്കാൾ പുണ്യമുള്ളതാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ പുണ്യം ആളുകൾ മനസ്സിലാക്കാതിരിക്കുന്നു. പ്രത്യേകിച്ചും ഹജ്ജിനും ഉംറക്കും ഒക്കെ പോകുന്ന ആളുകൾ, അവർ ചിലപ്പോൾ ഈ ഹറമിൽ നിന്ന് സുന്നത്ത് നമസ്കരിക്കുക അല്ലെങ്കിൽ ഹറമിലെ ജമാഅത്തുകൾ പങ്കെടുക്കുക എന്നതിനേക്കാൾ കൂടുതലായി തന്നീമിൽ പോയി 10 റിയാലിന്റെ ഉംറ അങ്ങനെ ചെയ്ത് ഞാൻ 10 ഉംറ ചെയ്തു അല്ലെങ്കിൽ 100 ഉംറ ചെയ്തു എന്നൊക്കെ വലിയ മേനി നടിക്കുന്നത് കാണാൻ കഴിയും. അത് യഥാർത്ഥത്തിൽ അബദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ ഹജ്ജിന് വേണ്ടി വന്നപ്പോൾ ഉംറ ചെയ്തു, ഉംറയ്ക്ക് വേണ്ടി വന്നപ്പോൾ മാത്രം ഉംറ ചെയ്തു. ഹറമിന്റെ പുറത്തേക്ക് എന്തെങ്കിലും കാരണവശാൽ ഇറങ്ങി പോവുകയാണെങ്കിൽ ഒരു ഉംറ കൂടി ചെയ്യുമെന്നല്ലാതെ ഹറമിലിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻഈമിൽ പോയി ആയിഷാ പള്ളിന്റെ അടുത്ത് പോയിട്ട് വീണ്ടും ഇഹ്റാം കെട്ടി വീണ്ടും ഉംറ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഉംറ ചെയ്ത് ഇങ്ങനെ ഉംറ വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രവാചകന്റെ രീതിയേ അല്ല. പലവിടുന്ന് ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ ഉംറക്ക് പോകുന്ന ആളുകൾ, ഞാൻ 25 ഉംറ ചെയ്തു, നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഉംറ എന്ന് പറഞ്ഞ് കാണാം. റസൂലുള്ളാഹിന്റെ ഹദീസ് നിങ്ങൾ നോക്കൂ, മസ്ജിദുൽ ഹറാമിലെ ഒരു നമസ്കാരം, അത് സുന്നത്ത് നമസ്കാരമാകട്ടെ, തഹയ്യത്ത് ഏത് നമസ്കാരമാകട്ടെ, വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കാരത്തിന് 1,00,000 പ്രതിഫലമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഉംറക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഉംറ നമ്മൾ കഴിഞ്ഞാൽ പിന്നീട് ഹറമിന്റെ പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോകേണ്ടി വന്നാൽ ഒരു ഉംറ കൂടി ചെയ്യാമെന്നല്ലാതെ ഉംറ ചെയ്യാൻ വേണ്ടി മാത്രം ഹറമിന്റെ പുറത്തേക്ക് പോകുക എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇനി എതിരാണ്, പ്രവാചകനെ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ മക്ക രാജ്യത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ പ്രയോഗം ഉമ്മുൽ ഖുറ എന്നാണ്. ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ പട്ടണങ്ങളുടെ, നഗരങ്ങളുടെ ഉമ്മ, മാതാവ് എന്നാണ് അർത്ഥം.
അഥവാ നമുക്കറിയാം ഇതിന്റെ ഭൂമിശാസ്ത്രപരമായിക്കൊണ്ട് തന്നെ മക്കയുടെ കിടപ്പ് ലോകത്തിന്റെ മധ്യഭാഗത്തായിക്കൊണ്ട് നമുക്ക് മാപ്പുകളൊക്കെ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അഥവാ എല്ലാ പട്ടങ്ങളുടെയും മധ്യഭാഗത്തായി ഒരു ഉമ്മയായിക്കൊണ്ട്, ഒരു മാതാവായിക്കൊണ്ട്, ലിതുന്ദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ, ആ മക്കാരാജ്യത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഉമ്മുൽ ഖുറ എന്നാണ്. അതിന്റെ ചുറ്റുഭാഗത്തുള്ളവർ എന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റുമാണ് ലോകം മുഴുവനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിയുടെ ഏകദേശം മധ്യഭാഗത്താണ് നിയോഗിക്കപ്പെട്ടത്. അതിന്റെ 4 ഭാഗത്തേക്കുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദഅവത്തിന് വേണ്ടി അള്ളാഹു പ്രവാചകനോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളായ ആളുകളുടെയും ഖിബ്ലയാണല്ലോ മക്കാരാജ്യം. വമിൻ ഹൈസു ഖറജത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നീ ഏത് രാജ്യത്തിലൂടെ യാത്ര പോകുകയാണെങ്കിലും, എവിടേക്ക് നീ പുറപ്പെട്ടാലും, നിന്റെ നമസ്കാര സമയമായി കഴിഞ്ഞാൽ നീ ആ മക്കാരാജ്യത്തേക്ക്, അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിലേക്ക് നിന്റെ മുഖം തിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും. സൂറത്ത് ബഖറയിൽ അത് കാണാൻ കഴിയും. അതേപോലെ തന്നെ മക്കാരാജ്യത്തിന്റെ പ്രത്യേകത, നമ്മുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബാത്റൂമുകൾ, ടോയ്ലറ്റുകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ പ്രവാചകൻ പറഞ്ഞു അത് ഖിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ടോ പിന്നിട്ടുകൊണ്ടോ ആകാൻ പാടില്ല. പ്രത്യേകിച്ചും വിജനമായ പ്രദേശത്ത് ഇരിക്കുകയാണെങ്കിൽ, മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ഖിബിലക്ക് മുന്നിടാനോ പിന്നിടാനോ ഒരിക്കലും പാടുള്ളതല്ല. ഇദാ അതൈതുമുൽ ഗായിത ഫലാ തസ്തഖ്ബിലു അൽ ഖിബ്ലത വലാ തസ്തദ്ബിറുഹാ ബിബൗലിൻ വലാ ഗായിതിൻ. നിങ്ങൾ മൂത്രമൊഴിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഖിബിലയിലേക്ക് അഥവാ മക്കയിലേക്ക് മുന്നിട്ടുകൊണ്ടോ പിന്നിട്ടുകൊണ്ടോ ചെയ്യാൻ പാടുള്ളതല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നിർദ്ദേശം കൊടുത്തു. ഇതിന്റെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവൻ ഹജ്ജ് നിർബന്ധമായി ആണെങ്കിൽ അവൻ ആ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന നിർബന്ധമാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതഅ ഇലൈഹി സബീല. ആ നാടിലേക്ക് ഒരു യാത്രക്ക് ആവശ്യമായ പണവും സമ്പത്തും അതുപോലെ തന്നെ അവന്റെ ആരോഗ്യമുള്ളവനാണെങ്കിൽ അവൻ ആ നാട്ടിൽ പോയി ഹജ്ജ് ചെയ്യുന്ന നിർബന്ധമാണ്. അഥവാ ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിലേക്ക് യാത്ര ചെയ്യൽ നിർബന്ധമുണ്ടെങ്കിൽ അത് മക്കാരാജ്യത്തേക്ക് മാത്രമേ ഉള്ളൂ. മദീനത്തേക്ക് പോലും ഒരു പ്രത്യേകതയില്ല. ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവന് യാത്ര ചെയ്യൽ നിർബന്ധമായ ഒരു ബാധ്യതയുണ്ടെങ്കിൽ അത് മക്കയിലേക്ക് മാത്രമേ ഉള്ളൂ. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതഅ ഇലൈഹി സബീല. ഇവിടെ സാന്ദർഭികം ഞാൻ ഒരു കാര്യം പറയാൻ, പലപ്പോഴും ഹജ്ജുമായി ബന്ധപ്പെട്ട ആളുകളുടെ രീതി എന്താ വെച്ചാൽ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചതാണ്. വയസ്സായി എല്ലാ ഉത്തരവാദിത്തങ്ങളൊന്നും ഒഴിവായി എല്ലാ മക്കളെയും കെട്ടിച്ചു കഴിഞ്ഞ് ഇനി അവസാനം സ്വന്തമായിക്കൊണ്ട് എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത അത്രയും വാർദ്ധക്യത്തിന്റെ പടുകുഴിയിൽ വീണിട്ടേ എനിക്ക് ഹജ്ജ് കർമ്മത്തിന്റെ ബാധ്യത വരുന്നുള്ളൂ എന്ന് പല ആളുകളും ചിന്തിക്കാറില്ല. അത് തീർത്തും തെറ്റായ ധാരണയാണ്. അവിടെ പോയി ഹജ്ജും ആ കർമ്മം നിർവഹിക്കാൻ ആവശ്യമായ പണം നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് എത്ര ലക്ഷമാണെന്നുള്ളത് ഈ ഗവൺമെന്റിൽ പോകുമ്പോൾ കുറയും, പ്രൈവറ്റിലാണെങ്കിൽ എത്ര ലക്ഷം, അത് നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്, നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ആ ആണിനും പെണ്ണിനും ഹജ്ജ് നിർബന്ധമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 25 പവനൊക്കെയുള്ള പെണ്ണുങ്ങളുണ്ടാവും, പക്ഷെ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ജോലി ആവശ്യാർത്ഥം 40-30 ലക്ഷങ്ങളൊക്കെ സമ്പാദിച്ചു വെച്ച ആളുകളുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹജ്ജ് നിർബന്ധമാണെന്നുള്ള ബോധം പോലും അവർക്ക് ഉണ്ടാകൂല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പല ജോലിക്കും വേണ്ടിയും അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ടാകും. അതൊന്നും തെറ്റായ കാര്യമില്ല. പക്ഷേ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം എനിക്ക് മേൽ നിർബന്ധമാണല്ലോ എന്നൊരു ചിന്ത പോലും പലപ്പോഴും അത്തരം ആളുകൾക്ക് വരുന്നില്ല. അതുകൊണ്ട് നിർബന്ധമായും യാത്ര ചെയ്യേണ്ട ഒരു ഭൂമിയാണ് പരിശുദ്ധമായ മക്ക രാജ്യമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഭൂമിയിലെ ഏറ്റവും ഖൈറുള്ള മണ്ണാണ് മക്ക രാജ്യം. വല്ലാഹി ഇന്നക ലഖൈറു അർദില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. പടച്ചറബ്ബിനെ തന്നെയാണ് സത്യം, ഭൂമിയിലെ ഏറ്റവും ഖൈറുള്ള മണ്ണ് മക്ക രാജ്യത്തിന്റെ മണ്ണാണ്, ആ പരിശുദ്ധമായ ഹറമിന്റെ മണ്ണാണ്. വല്ലാഹി ഇന്നക ലഖൈറു അർദില്ലാ, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഖൈറുള്ള മണ്ണാണ് മക്ക രാജ്യത്തെ മണ്ണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതുപോലെ തന്നെ 15ാമത്തെ കാര്യം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയാണ് മക്കയുടെ ഭൂമി. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണാണ് മക്ക രാജ്യത്തെ മണ്ണ്. റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, വഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ്, മക്കയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞതാണ്. റസൂലുള്ള പറയാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി അത് മക്കയുടെ ഭൂമിയാണ്, ഹറമിന്റെ ഭൂമിയാണ്.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി ഏതാണ്? അത് മക്കയാണ്. പ്രവാചകൻ വളരെ സങ്കടത്തോടുകൂടി ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ ആ മക്കയെ കാണുന്ന കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, മാ അത്യബകി മിൻ ബലദിൻ, അല്ലയോ മക്ക, നീ എത്ര നല്ല പുണ്യമുള്ള ഭൂമിയാണ്, എത്ര ത്വയ്യിബായ ഭൂമിയാണ്. വഹബ്ബികി ഇലയ്യ, എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട മണ്ണാണ് നീ എന്ന് റസൂലുള്ളാഹി മക്കയെ നോക്കിക്കൊണ്ട് പറയാൻ. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണ്ണും ഭൂമിയും അത് മക്ക രാജ്യമാണ്. പിന്നെ എന്തിനാണ് റസൂൽ ഹിജ്റ പോയത്? വലൗല അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ സക്കൻതു ഗൈറകി, എന്റെ ഖൗമി എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യത്തല്ലാതെ മറ്റൊരു രാജ്യത്തും ഞാൻ ജീവിക്കുമായിരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ നിന്ന് പോകാൻ ആഗ്രഹമുണ്ടായിട്ടല്ല പ്രവാചകൻ പോയത്. നേരെമറിച്ച് ആ ഖൗമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കി എന്ന കാരണം കൊണ്ട് മാത്രമാണ് പ്രവാചകൻ പോയത്. ഇല്ലെങ്കിൽ പ്രവാചകൻ മക്കയിൽ മാത്രമാണ് താമസിക്കുക എന്നാണ് റസൂലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമുക്കറിയാം, പ്രവാചകന്റെ മിഅ്റാജ് ഉണ്ടായത് റസൂലുള്ളാഹിന്റെ മക്കയിൽ നിന്നാണ്, മദീനയിൽ നിന്നല്ല. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറകനാ ഹൗലഹു. റസൂലുള്ളാഹിക്ക് മിഅ്റാജ് ഉണ്ടായി. ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു മുഅ്ജിസത്ത് അത് മക്കയിൽ വെച്ചുകൊണ്ടാണ് ഉണ്ടായത്. അതുപോലെ തന്നെ തീർത്ഥയാത്രകൾ അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അത് മക്ക രാജ്യമാണ്. ലാ തുശദ്ദുർ റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്, 3 പള്ളികളിലേക്കല്ലാതെ തീർത്ഥയാത്ര പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെ കാണാം ഏർവാടിയിലേക്ക് യാത്ര, അതുപോലെ മുത്തുപേട്ടയിലേക്ക് യാത്ര, അജ്മീറിലേക്ക് യാത്ര. ഇതൊന്നും റസൂലുള്ളാഹിന്റെ ഹദീസിന് വിരുദ്ധമാണ്. ലാ തുശദ്ദുർ റിഹാൽ, യാത്ര പുറപ്പെടാൻ പാടില്ല, ഇല്ല ഇലാ സലാസത്തി മസാജിദ്, 3 പള്ളികളിലേക്കല്ല. അത് ഒന്ന് മസ്ജിദുൽ ഹറാം അഥവാ മക്കയിലേക്ക്, രണ്ടാമത് മദീനയിലേക്ക് റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക്, മൂന്നാമത് ഫലസ്തീനിലേക്ക് അഥവാ ബൈത്തുൽ മഖ്ദിസിലേക്ക്. പല ആളുകളും ഫലസ്തീനിലേക്ക് എന്ന് പറഞ്ഞ് പോകണം, അവസാനം ഇസ്രായേലിൽ കൂടെ മറ്റൊക്കെ കയറി വന്ന് അവസാനം ഫലസ്തീനിലേക്ക് പോണ രീതിയുണ്ട്. അത് ഈ ഹദീസിന്റെ പരിധിയിൽ ഏതായാലും റസൂലുള്ളാഹിന്റെ ഹദീസിൽ പെടുത്താൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ യാത്ര പുറപ്പെടുന്നത് ഈ 3 പള്ളികളിലേക്ക് പിന്നെ ആയിരിക്കണമെന്നാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂട്ടത്തിൽ മക്കയിലേക്ക് പോയ ആളുകളുണ്ടാകും, പോകാത്ത ആളുകളുണ്ടാകും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ച് സന്ദർശിക്കാൻ മനസ്സ് കൊതിക്കുന്ന ഒരു ഭൂമിയാണ് മക്കയുടെ മണ്ണ് എന്ന് പറഞ്ഞാൽ. അള്ളാഹ് അങ്ങനെയാണ് ആ മണ്ണിനെ ആക്കിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ കാണാം, വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസ്, ഈ മക്ക രാജ്യത്തെയും അതുപോലെ തന്നെ കഅബാലയും ആ ജനങ്ങൾക്കുള്ളിൽ മസാബത്താക്കി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. എന്താണ് ഈ മസാബത്ത് എന്ന് പറഞ്ഞാൽ? മഹാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, യാനി ലാ യഖ്ബൂന മിൻഹു വതറ, ഒരു മനുഷ്യന് ഒരിക്കലും കണ്ടാലും താമസിച്ചാലും മതിവരാത്ത, ഒരിക്കലും ഒരു മടുപ്പ് വരാത്തതാണ് മക്കയുടെ ഭൂമി എന്ന് പറഞ്ഞു. യഅ്തൂനഹു, അവർ ആ മക്കയിലേക്ക് വരുന്നു. സുമ്മ യർജിഊന ഇലാ അഹ്ലിഹിം, പിന്നീട് അവർ വീണ്ടും അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങുന്നു. സുമ്മ യഊദൂന ഇലൈഹി, വീണ്ടും അതിലേക്ക് മടങ്ങാൻ അവർ കൊതിക്കുകയും അങ്ങനെ മടങ്ങുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഭൂമിയാണ് അത്. അള്ളാഹു മക്ക രാജ്യത്തിന് മാത്രമേ ആ ഒരു പ്രത്യേകത വെച്ചിട്ടുള്ളൂ. ഹജ്ജ് ഉംറക്ക് ചെയ്തു വന്ന ആളുകൾക്ക് വീണ്ടും ഹജ്ജും ഉംറയും ചെയ്യാനുള്ള മനസ്സിൽ കൊതിയുണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതേപോലെ തന്നെ ഇനി അത് കണ്ടിട്ടില്ലാത്ത, അവിടെ ആ മക്ക രാജ്യത്ത് പോയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് എത്താനൊരു മനസ്സ് കൊതി ഉണ്ടാകണം, എന്നാൽ അവൻ വിശ്വാസിയാവുകയുള്ളൂ. ഒരാൾക്ക് എത്ര സാമ്പത്തികമായ ശേഷിയില്ലാത്തവനാണെങ്കിലും അവന്റെ ഇഖ്ലാസും ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വഴി തുറന്നു കൊടുക്കും. പക്ഷെ നമ്മളെന്താ വെച്ചാൽ, എനിക്കൊന്നും ഇപ്പൊ മക്കത്ത് പോകാൻ കഴിയില്ല എന്ന് ആദ്യം തന്നെ മനസ്സങ്ങോട്ട് അടച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ഉദ്ഉനി അസ്തജിബ് ലക്കും അല്ലാഹു പറഞ്ഞതല്ലേ. മക്ക രാജ്യത്തിലേക്ക് പോകാനും അവിടെ ഉംറയും ഹജ്ജും ഒക്കെ നിർവഹിക്കാനുമുള്ള തൗഫീക്കിന് വേണ്ടി ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും, യാതൊരു സംശയവുമില്ല. അത് അല്ലാഹു ആ നാടിന് കൊടുത്തൊരു പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ മക്കയുടെ മറ്റൊരു പ്രത്യേകത, ഭൂമിയിൽ മറ്റൊരു സ്ഥലത്തുമില്ലാത്തൊരു പ്രത്യേകത മക്കൾക്കുണ്ട്. അഥവാ ആ ഹറമിന്റെ ഉള്ളിൽ തിന്മ ചെയ്യുന്നത് ഏറ്റവും വലിയ കുറ്റകരമാണ്. ഹറമില്ലാത്ത സ്ഥലത്ത് തെറ്റ് ചെയ്താൽ അതിനേക്കാൾ ഇരട്ടി ശിക്ഷയാണ് ഹറമിന്റെ ഉള്ളിൽ തെറ്റ് ചെയ്തത്. പക്ഷെ അത് മാത്രമല്ല അല്ലാഹു പറഞ്ഞത്, വമൻ യുരിദ് ഫീഹി ബിൽഹാദിൻ ബിദുൽമിൻ നുദിഖഹു മിൻ അദാബിൻ അലീം,
ഒരാൾ ഒരു തെറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ പോലും അവന് ശിക്ഷ കിട്ടുന്ന, തെറ്റ് ചെയ്താൽ അതിനേക്കാൾ ഇരട്ടിയായിരിക്കും. വമൻ യുരിദ് ഫീഹി ബിൽഹാദിൻ ബിദുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. സൂറത്ത് ഹജ്ജിൽ അല്ലാഹു പറഞ്ഞതാണ്, ആരെങ്കിലും ആ ഹറമിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു തോന്നിവാസം ആഗ്രഹിച്ചാൽ, ചെയ്തിട്ടില്ലെങ്കിൽ, ചെയ്താൽ അതിന്റെ ശിക്ഷ വേറെയാണ്, ആഗ്രഹിച്ചാൽ പോലും നുദിഖുഹു മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ കൊണ്ട് നാം അവനെ ആസ്വദിപ്പിക്കുന്നതാണ് എന്നാണ്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഫമുജറദുൽ ഇറാദത്തി ലിദ്ദുൽമി വൽ ഇഹാദി മൂജിബുൽ അദാബ്. ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്യാൻ ഹറമിന്റെ ഉള്ളിൽ വെച്ച് ഉദ്ദേശിച്ചാൽ പോലും അവന് കുറ്റമുണ്ടാകും. വഇൻ കാന ഗൈറഹു ലാ യുആഖബുൽ അബ്ദു അലൈഹി ഇല്ലാ ബിഅമലിൽ ദുൽമി. എന്നാൽ ആ ഹറമിലല്ലാത്ത പുറത്തുള്ള സ്ഥലത്താണ്, ഭൂമിയുടെ മറ്റേതെങ്കിലും സ്ഥലത്താണെങ്കിൽ ഒരാൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ കുറ്റം കിട്ടൂല, അയാളെ ചെയ്താലേ കുറ്റം കിട്ടുള്ളൂ. ഒരാൾ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ കുറ്റം കിട്ടൂല, നേരെ മറിച്ച് തിന്മ ചെയ്താലേ കിട്ടുള്ളൂ. പക്ഷെ ഹറമിലാണെങ്കിൽ അങ്ങനല്ല. ഹറമിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പോലും അതിന് കുറ്റമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇത് ലോകത്തെ ഹറമിന് മാത്രമുള്ള പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഹദീസിൽ മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് 2 വീടുകളുണ്ടായിരുന്നു, ഒന്ന് ഹറമിന്റെ ഉള്ളിലും ഒന്ന് ഹറമിന്റെ പുറത്തും. എന്നാൽ ഹദീസിൽ കാണാം, ഫഇന്നഹു ഇദാ അറാദ അൻ യുആതിബ അഹ്ലഹു, തന്റെ കുടുംബത്തെ എന്തെങ്കിലും ചീത്ത പറയണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചീത്ത പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഹറമിന്റെ പുറത്തേക്ക് ഇറങ്ങും, എന്നിട്ട് അവിടെ പോകുന്ന, തന്റെ കുടുംബത്തിന് എന്തെങ്കിലും മാന്യമായ രീതിയിൽ പോലും ആക്ഷേപിക്കേണ്ടതുണ്ടെങ്കിൽ തന്റെ ഹറമിന്റെ വീട്ടിൽ നിന്ന് ഹറമിന്റെ പുറത്തേക്കുള്ള വീട്ടിലേക്ക് അദ്ദേഹം പോയിട്ട് അവിടെ നിന്നാണ് ചീത്ത പറയാം. എന്നാൽ എന്തെങ്കിലും നമസ്കാരം ഇബാദത്തുകളൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അദ്ദേഹം ഹറമിന്റെ ഉള്ളിലേക്ക് പോയി അറാദ യുസല്ലിയ സ്വല്ല ഫിൽ ഹറം, ഇബാദത്തുകൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഹറമിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അത്രയും പുണ്യമുള്ള അല്ലെങ്കിൽ അത്രയും പവിത്രതയുള്ളൊരു നാടായിട്ട് പലപ്പോഴും ഹറമിനെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ മുസ്ലിമീങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അവിടെ ഹറമിന്റെ അടുത്ത് പോയിക്കൊണ്ടും ആളുകളെ പറ്റിച്ചുകൊണ്ട് പോക്കറ്റടിക്കുന്ന, അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കാനും ഹാജിമാരെയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെയും ഒക്കെ പറ്റിക്കാനായിട്ട് ഹറമിലേക്ക് പോകുന്ന ആളുകളൊക്കെ ലോകത്തുണ്ട്. നഊദുബില്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്രമാത്രം വലിയ തെറ്റാണ്. ഹറമിന്റെ ഉള്ളിൽ ഒരു തെറ്റ് ചെയ്താൽ ഹറമിന്റെ പുറത്ത് ചെയ്തതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അതിന്റെ ശിക്ഷ. ഉദ്ദേശിച്ചാൽ പോലും കുറ്റം കിട്ടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ പ്രധാനപ്പെട്ട ചിഹ്നങ്ങളായ സഫയും മർവയും മഖാം ഇബ്രാഹിമും സംസമും അതുപോലെ തന്നെ റുക്കുൽ യമാനിയും എല്ലാം നിലകൊള്ളുന്നത് ആ ഹറമിന്റെ ഉള്ളിലാണ്. ഇത് ലോകത്ത് മറ്റൊരു സ്ഥലത്തുമില്ലാത്ത പ്രത്യേകതയാണ്. അതേപോലെ തന്നെ മക്ക രാജ്യത്തിന്റെ പ്രത്യേകത, ഭൂമിയും ആകാശവും അല്ലാഹു സൃഷ്ടിച്ചത് മുതൽ മക്ക ഹറമാണ്. മദീന അങ്ങനല്ല. മദീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ചെന്ന് അവിടെ പള്ളി ഉണ്ടാക്കിയതിന് ശേഷമാണ് പ്രവാചകൻ മദീനയിൽ ഹറം നിശ്ചയിക്കുന്നത്. എന്നാൽ മക്ക രാജ്യം അങ്ങനല്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മക്കയിൽ ഹറമായിക്കൊണ്ട് തന്നെയുണ്ട്. ഹറമ മക്ക യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്നു മുതൽക്കു തന്നെ മക്ക രാജ്യം ഹറമായിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം. അതുപോലെ തന്നെ ഒരുപാട് അമ്പിയാക്കന്മാരുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് മക്ക രാജ്യം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ നബി, ഒരുപാട് പ്രവാചകന്മാർ, അവരൊക്കെ തന്നെയും ഹജ്ജും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത ആ പ്രവാചകന്മാരുടെ ഭൂമി കൂടിയാണ് മക്ക രാജ്യം. മഹാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യം മക്കയാണ്. അല്ലാഹുമ്മ വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. അല്ലാഹു ഈ നാടിനെ നീ ഒരു ആമിനായ നിർഭയത്വത്തിന്റെ നാടാക്കണം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. ആ മക്കയിൽ ജീവിക്കുന്ന ആളുകൾക്ക് എല്ലാവിധത്തിലുള്ള ഫലവർഗ്ഗങ്ങളും അള്ളാഹു ഇനി റിസ്ഖായി കൊണ്ട് കൊടുക്കണമെന്ന് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. നിങ്ങൾ ആലോചിച്ചു, ലോകത്ത് എന്തൊക്കെ തരം ഫ്രൂട്ട്സുകളും എന്തൊക്കെ തരം ഭക്ഷണങ്ങളും എന്തൊക്കെ തരം ഡ്രസ്സുകളും വിഭവങ്ങളും ഒക്കെ ഉണ്ടോ, ദുനിയാവിന്റെ എല്ലാ ലോകത്തുള്ള എല്ലാ നിഅമത്തുകളും മക്ക രാജ്യത്തിൽ ലഭ്യമാണല്ലോ. ഇത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. അള്ളാഹുവേ, ഈ മക്കയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് നീ സമറാത്തുകളെ കൊണ്ട് നീ അനുഗ്രഹിക്കണം എന്ന് മഹാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയാണ്
മക്കാരാജ്യം നമ്മൾ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഒരു പ്രാവശ്യമെങ്കിലും എത്തിപ്പെടാൻ ഏതൊരു വിശ്വാസിയുടെ മനസ്സ് കൊതിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ചെന്ന് ഹജ്ജുകളും ഉംറകളൊക്കെ ധാരാളമായി കൊണ്ട് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മക്ക രാജ്യത്തിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത, ലോകത്തെ ഏറ്റവും വലിയ ഫിത്നയുമായി വരുന്ന ദജ്ജാൽ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരേക്കുമുള്ള പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണമാണ് ദജ്ജാലിനെ കൊണ്ടുള്ള പരീക്ഷണം. അതുകൊണ്ടാണ് എല്ലാ നമസ്കാരങ്ങളിലും വമിൻ ഫിത്നത്തുൽ മഹ്യ വമിൻ ഫിത്നത്തുൽ മസീഹ് ദജ്ജാൽ എന്ന് നമ്മൾ എല്ലാ വിശ്വാസികളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ദജ്ജാലിൽ നിന്നുള്ള സംരക്ഷണം മക്കക്കാർക്ക് ലഭിക്കുമെന്നാണ് പ്രവാചകന്റെ ഹദീസിലുള്ളത്. ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഉഹു അദ്ദജ്ജാൽ. ദജ്ജാലിന്റെ കാൽ സ്പർശമേക്കാത്ത അല്ലെങ്കിൽ ദജ്ജാൽ കടന്നു ചെല്ലാത്ത ഒരു സ്ഥലവും ഭൂമിയിലുണ്ടാവുകയില്ല. ഇല്ല മക്കത വൽ മദീന. മക്കയും മദീനയും ഒഴിച്ച് എല്ലാ നാടുകളിലും ദജ്ജാലിന്റെ ഫിത്നയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംരക്ഷണം കൂടി എന്നിട്ട് റസൂൽ പിന്നെ തുറന്നു പറയാൻ, ആ ഹറമിന്റെ ചുറ്റളവിൽ ഹറമിന്റെ പരിധികളിൽ അള്ളാഹുവിന്റെ മലക്കുകൾ കാവലായിക്കൊണ്ട് നിലകൊള്ളുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിലെ അത്ഭുതമായ ഉറവയായ സംസം കുടികൊള്ളുന്ന മക്ക രാജ്യത്താണ്. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ 85ഓളം സൂറത്തുകൾ അവതരിച്ചത് മക്കയിലാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആന്റെ 2 ഭാഗത്തിലധികം മക്കയിലാണ് അവതരിച്ചിട്ടുള്ളത്. 114 സൂറത്തുകളിൽ 85 സൂറത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് മുമ്പാണ് അവതരിച്ചത്. ബാക്കിയുള്ള സൂറത്തുകളെ ഹിജ്റയ്ക്ക് ശേഷം അവതരിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ നമസ്കരിക്കുന്നതും അതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളും വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമം നടക്കുന്ന മക്ക രാജ്യത്താണ്. അതേപോലെ തന്നെ ആ മക്കയിലേക്കുള്ള വിശ്വാസികളുടെ വരവ് എന്നാണോ അവസാനിക്കുന്നത് അന്നാണ് ഖിയാമത്ത് നാൾ. ആ സന്ദർഭത്തിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം. ലാ തഖൂമു സഅതു ഹത്താ ലാ യുഹജ്ജൽ ബൈത്ത്. ഖിയാമത്ത് നാൾ ഒരിക്കലും സംഭവിക്കുകയില്ല ഹജ്ജ് നിലച്ചു പോകുന്നത് വരെ. അഥവാ ഹജ്ജ് ചെയ്യാനൊന്നും ആളുണ്ടാവില്ല, അല്ലെങ്കിൽ ഹജ്ജിന് പോകാൻ ആളുണ്ടാകൂല. ഹജ്ജ് ഭൂമിയിൽ നിന്ന് ഇല്ലാതെയായി പോകുന്നത് വരേക്കും ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ മക്ക രാജ്യം എന്നുള്ളത് ഭൂമിയുടെ സംരക്ഷണം കൂടിയാണ് എന്നാണ് ഈ ഹദീസിൽ മനസ്സിലാകുന്നത്. അഥവാ ഭൂമി നിലകൊള്ളുന്നത് ആ മക്കയിലേക്ക് ആളുകൾ വരുന്നിടത്തോളം കാലം ഭൂമിയുടെ നിലനിൽപ്പുണ്ടാകും. ആ മക്കയിലേക്ക് ആളുകൾ വരവ് നിലച്ചാൽ, ആളുകൾ വരവ് നിർത്തിയാൽ ഈ ലോകം അവസാനിക്കുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള രാജ്യമാണ് മക്ക രാജ്യം. ഇതുപോലെ തന്നെ മദീനയ്ക്കും ചില പ്രത്യേകതകൾ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഏതായിരുന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ട പുണ്യഭൂമിയാണ് മക്ക എന്ന് പറയുന്നത്. ഉംറകൾ ചെയ്യാൻ പിന്നെ ആവതുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് നമ്മൾ താല്പര്യം കാണിക്കണം. അതൊരു നീയത്തായിക്കൂടെ തന്നെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുകയും പ്രാർത്ഥന ഉണ്ടാവുകയും ചെയ്യണം. അതിന് പ്രായം ഭേദമൊന്നുമില്ല. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉംറ ചെയ്തു വരാൻ അവന്റെ കയ്യിൽ ഒരു സാമ്പത്തിക ശേഷിയുണ്ട്, നല്ല ആരോഗ്യം ഉണ്ടാകുമ്പോൾ ആ സന്ദർഭത്തിലാണ് ഹജ്ജ് ഉംറയൊക്കെ ചെയ്യേണ്ടത്. അത് ആവർത്തിച്ച് റസൂലുള്ളാഹിന്റെ സുന്നത്ത് കൂടിയാണ്. ചില ഹദീസിൽ കാണാം 5 വർഷം കൂടുമ്പോഴെങ്കിലും ഒരാൾക്ക് ഉംറ ചെയ്യാൻ കഴിഞ്ഞാൽ അതവൻ ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക. ദുനിയാവിന്റെ പിന്നെ വിഭവങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെച്ചിരിക്കുക സമ്പത്തിനിടയിൽ പടച്ചോനെ എനിക്ക് ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാൻ ശേഷിയുണ്ടല്ലോ, ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നൊരു ചിന്തയെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.
മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ പള്ളിയുടെ കളക്ഷൻ ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ നടത്തേണ്ടിരുന്ന ചില കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ആഴ്ച പള്ളിയുടെ കളക്ഷൻ ഉണ്ടായിരിക്കും. എല്ലാ ആളുകളും അതിൽ കാര്യമായിക്കൊണ്ട് സഹകരിക്കണം എന്ന് കൂടി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ മക്ക രാജ്യം വീണ്ടും വീണ്ടും സന്ദർശിക്കാനും ഹജ്ജും ഉംറകളുമൊക്കെ ധാരാളമായി കൊണ്ട് ചെയ്യാനുള്ള തൗഫീഖും സാമ്പത്തിക ശേഷിയും ആരോഗ്യവും നൽകി അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തിന്മകളും അല്ലാഹു പുറത്തുമാറാവട്ടെ. അവന്റെ സ്വർഗ്ഗം നൽകി നമ്മെ നമ്മുടെ കുടുംബത്തെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ റമളാനിലെ എല്ലാ ഇബാദത്തുകളും അല്ലാഹു പൂർണ്ണമാർത്ഥം സ്വീകരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين.